നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 12 ആണ്, കർവേച്ചർ ഓഫ് സർഫസസ്. അത് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ കർവേച്ചർ ഓഫ് എസിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ് എസ് ബി n surface in Rn+1 oriented by the unit normal vector field n, and let P element of S. The Weingarten map LP from SP to SP is defined by LP of V equal to minus del V n. If V element of SP is a unit vector, then the number K of V equal to LP of V dot V is called the normal curvature of S at P in the direction of V. അപ്പോൾ എസ് എന്ന് പറയുന്നത് Rn+1 ഒരു n സർഫസ് ആണ്, ഓറിയൻറ്റഡ് ബൈ ദ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് n. ആൻഡ് ലെറ്റ് പി എലമെൻറ്റ് ഓഫ് എസ്. ദ വെയിൻഗാർട്ടൻ മാപ്പ് നമുക്ക് പഠിച്ചിട്ടുണ്ട് ചാപ്റ്റർ 9 എൽ പി ഫ്രം എസ് പി ടു എസ് പി ഇസ് ഡിഫൈൻഡ് ബൈ എൽ പി ഓഫ് വി ഈക്വൽ ടു മൈനസ് ഡെൽ വി ഡോട്ട് എൻ. ഇഫ് വി എലമെൻറ്റ് ഓഫ് എസ് പിയിൽ ഒരു യൂണിറ്റ് വെക്റ്റർ കൺസിഡർ ചെയ്യുക വി എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ദെൻ ദ നമ്പർ കെ ഓഫ് വി ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി ഇസ് കോൾഡ് ദ നോർമൽ കർവേച്ചർ ഓഫ് എസ് അറ്റ് പി ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സർഫസ് n സർഫസ് ഇൻ Rn+1 കൺസിഡർ ചെയ്തു, ഒരു യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എന്നിനെ ഓറിയൻറ്റഡ് ചെയ്തിട്ടുള്ളത്, എന്നിനാൽ ഓറിയൻറ്റഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെറ്റ് പി എലമെൻറ്റ് ഓഫ് എസ് എടുത്തു. ആൻഡ് വെയ്ൻഗാർട്ടൻ മാപ്പ് എൽ പി ഫ്രം എസ് പി ടു എസ് പി ബൈ എൽ പി ഓഫ് വി ഈക്വൽ ടു മൈനസ് ഡെൽ വി ഡോട്ട് എൻ. ആൻഡ് കൺസിഡർ യൂണിറ്റ് വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് എസ് പി. ദെൻ number k of v equal to lp of v dot v is called the normal curvature of s at p in the direction of v. v ഡയറക്ഷനിൽ പിയിലുള്ള എസിൻ്റെ നോർമൽ കർവേച്ചറാണ് എൽ പി ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഓഫ് വി. ഇതാണ് നോർമൽ കർവേച്ചർ ഓഫ് എസിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ദെൻ 3 നോട്ട് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റത്തത്, ഇഫ് കെ ഓഫ് വി ഗ്രേറ്റർ ദാൻ 0 ദെൻ ദ സർഫസ് എസ് ബെൻ ടുവേർഡ്സ് എൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. കെ ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ സർഫസ് എസ് ബെൻ ടുവേർഡ്സ് എൻ ആയിരിക്കും ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. വിൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ദെൻ ഇഫ് കെ ഓഫ് വി ലെസ് ദാൻ 0 ദ സർഫസ് എസ് ബെൻഡ് എവേ ഫ്രം എൻ ടു ദ ഡയറക്ഷൻ ഓഫ് വി. സർഫസ് കെ ഓഫ് വി ലെസ് ദാൻ 0 ആണെങ്കിൽ സർഫസ് എസ് ബെൻഡ് എവേ ഫ്രം എൻ ആണ് ടു ദ ഡയറക്ഷൻ ഓഫ് വി. ദെൻ രണ്ടാമത്തെ നോട്ട് പറയുന്നത്, ഇഫ് വി എലമെൻറ്റ് ഓഫ് എസ് പി വി നോട്ട് ഈക്വൽ ടു 0 ദ നോർമൽ കർവേച്ചർ അറ്റ് പി ഇസ് എൽ പി ഓഫ് വി ഡോട്ട് വി ഡിവൈഡ് ബൈ നോം വി സ്ക്വയർ. ഇത് വി എലമെൻറ്റ് ഓഫ് എസ് പി ആണ്. ആൻഡ് വി എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ്, അതായത് നോട്ട് ഈക്വൽ ടു 0 ആവാതിരിക്കുമ്പം നോർമൽ കർവേച്ചർ അറ്റ് പിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഫോമുല വെച്ച് പറയാൻ പറ്റും, എൽ പി ഓഫ് വി ഡോട്ട് വി ഡിവൈഡഡ് ബൈ നോം വി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ദെൻ മൂന്നാമത്തേത് പറയുന്നത്, വെൻ n ഈക്വൽ ടു 1 കെ ഓഫ് വി ഈക്വൽ ടു കെ ഓഫ് പി ഫോർ യൂണിറ്റ് വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് എസ് പി ആൻഡ് പി എലമെൻറ്റ് ഓഫ് എസ്. n ഈക്വൽ ടു 1 ആകുമ്പോൾ കെ ഓഫ് വി ഈക്വൽ ടു കെ ഓഫ് പി ആയിരിക്കും ഫോർ യൂണിറ്റ് വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് എസ് പി ആൻഡ് പി എലമെൻറ്റ് ഓഫ് എസ്. ദെൻ ഇതിന് പ്രൂഫ് ഉണ്ട്, നമുക്ക് നോക്കാം. n ഈക്വൽ ടു 1 ആകുമ്പം എസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ കർവ് ആയിരിക്കും. ആൻഡ് പി എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് വി എലമെൻറ്റ് ഓഫ് എസ് പി ആൻഡ് നോം വി ഈക്വൽ ടു 1. ദെൻ കെ ഓഫ് വി ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി നമുക്കറിയാം. ദെൻ നോം വി ഇവിടെ 0 അല്ല, നോം വി ഈക്വൽ ടു 1 ആണ്, വി നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നോർമൽ കർവേച്ചർ ടു പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എൽ പി ഓഫ് വി ഡോട്ട് വി ഡിവൈഡഡ് ബൈ നോം വി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. സോ കെ ഓഫ് വി ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി ഡിവൈഡ് ബൈ നോം വി സ്ക്വയർ. ദെൻ നമ്മളൊരു പാരാമട്രൈസ്ഡ് കർവ് ആൽഫ ഫ്രം ഐ ടു സി കൺസിഡർ ചെയ്യാണ് വിത്ത് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി ടി നോട്ട് എലമെൻറ്റ് ഓഫ് ഐ. ഈ ഒരു രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ ഓഫ് വി ഈക്വൽ ടു നമുക്ക് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് ഡിവൈഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാപ്റ്റർ 9 വെയിൻഗാർട്ടൻ മാപ്പിൽ തിയറം 1 പ്രകാരം, അതായത് തിയറം 1 എന്താ പറയുന്നത് വെച്ചാൽ, ലെറ്റ് എസ് ബി എൻ സർഫസ് ഇൻ Rn+1 വിത്ത് ഓറിയൻറ്റേഷൻ n, ലെറ്റ് പി എലമെൻറ്റ് ഓഫ് എസ് വി ബാർ എലമെൻറ്റ് ഓഫ് എസ് പി. ദെൻ ഫോർ എവറി parameterized curve alpha from I to S with alpha dot of T naught equal to V bar for some T naught element of I, alpha double dot of T naught dot N of P equal to LP of V dot V.
അപ്പോൾ ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്നത് എൻ സർഫസിന് Rn+1 ആണ്, വിത്ത് ഓറിയൻറ്റേഷൻ എൻ ആണ്. ആൻഡ് പി എലമെൻറ്റ് ഓഫ് എസ് ആണ്. വി ബാറിന് പകരം വി ആണ്, വി എലമെൻറ്റ് ഓഫ് എസ് പി ആണ്. ദെൻ പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് നമുക്ക് വി ആയിട്ട് എടുക്കുക ഫോർ സം ടി നോട്ട് എലമെൻറ്റ് ഓഫ് ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഡോട്ട് എൻ ഓഫ് പി ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി എന്ന് എഴുതാം. അപ്പം ഇവിടെ എൽ പി ഓഫ് വി ഡോട്ട് വിൻ്റെ പകരം നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഡോട്ട് എൻ ഓഫ് പി. പിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് ആൽഫ ഓഫ് ടി നോട്ടാണ്. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡിവൈഡഡ് ബൈ നോം വി സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഓഫ് ടി നോട്ടാണ്, ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടാണ്. അപ്പോൾ വിക്ക് പകരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കെ ഓഫ് വി ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് ഡിവൈഡഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദെൻ ഇതിനെങ്ങനെ നമുക്ക് കെ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് എഴുതാൻ പറ്റാം? അതായത് ചാപ്റ്റർ 9 നോട്ട് 2, അതായത് ഫ്രം ഇഫ് ആൽഫ ഫ്രം ഐ ടു സി ഈസ് എനി പാരാമീറ്ററൈസ്ഡ് കർവ് ഇൻ സി വിത്ത് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി ടി എലമെൻറ്റ് ഓഫ് ഐ, ദെൻ കെ ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു എൽ പി ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി സ്ക്വയർ. അപ്പം നമുക്ക് അറിയുന്നത് എന്താ? ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് ഡിവൈഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കെ ഓഫ് ആൽഫ ഓഫ് ടി. ഇവിടെ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കവിടെ ടി നോട്ടാണ്, ഫോർ എവറി ടി നോട്ട് എലമെൻറ്റ് ഓഫ് ഐ ആണ്. ഇവിടെ ഫോർ എവറി ടി എലമെൻറ്റ് ഓഫ് ഐ ആണ്. അപ്പോൾ ടി നോട്ട് ആകുമ്പം കെ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് വരും. അപ്പോൾ നമ്മൾ ആൽഫ ഓഫ് ടി നോട്ട് നമ്മൾ എന്തായിരുന്നു? പി ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെ ഓഫ് പി എന്ന് കിട്ടി. സോ കെ ഓഫ് വി ഈക്വൽ ടു കെ ഓഫ് പി എന്ന് കിട്ടി ഫോർ എൻ ഈക്വൽ ടു 1 വരുമ്പോൾ. ദെൻ ഇനി 2 എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ, ലെറ്റ് എസ് ബി ദ സ്ഫിയർ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഓഫ് റേഡിയസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ഇൻവേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ ഓഫ് പി ഈക്വൽ ടു പി കോമ മൈനസ് പി ബൈ നോം പി ടു ഫൈൻഡ് നോർമൽ കർവേച്ചർ കെ ഓഫ് വി. നമുക്ക് എസ് എന്ന് പറയുന്നൊരു സ്ഫിയർ ആണ്. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഓഫ് റേഡിയസ് ആർ. ഇതെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്? ബൈ ഇൻവേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡിനാലാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. എൻ ഓഫ് പി ഈക്വൽ ടു പി കോമ മൈനസ് പി ബൈ നോം പി. ദെൻ നമുക്ക് നോർമൽ കർവേച്ചർ കെ ഓഫ് വി കിട്ടണം. അപ്പോൾ നോർമൽ കർവേച്ചറിൻ്റെ ഡെഫിനിഷൻ എന്താ? എൽ പി ഓഫ് വി ഡോട്ട് വി. കെ ഓഫ് വി ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി ആണ്. ദെൻ എൽ പി ഓഫ് വി എന്താ? ഈക്വൽ ടു മൈനസ് ഡെൽ വി ഡോട്ട് എൻ ആണ്. ദെൻ എൻ ഓഫ് x1 x2 എക്സെട്ര xn പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു നമ്മൾ എൻ ഓഫ് പി എന്ന് പറയുന്നത് പി കോമ മൈനസ് പി ബൈ നോം പി ആണ്. അപ്പോൾ എൻ ഓഫ് x1 x2 എക്സെട്ര xn പ്ലസ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു x1 x2 എക്സെട്ര xn പ്ലസ് 1 മൈനസ് x1 ബൈ ആർ. നോം പി എന്ന് പറയുന്നത് ആറാണ് മൊത്തം റേഡിയസ്. മൈനസ് x1 ബൈ ആർ മൈനസ് x2 ബൈ ആർ എക്സെട്ര മൈനസ് xn പ്ലസ് 1 ബൈ ആർ. ദെൻ എൻ ഓഫ് പി ഈക്വൽ ടു നമുക്കങ്ങനെ എഴുതാം പി n1 ഓഫ് പി എക്സെട്ര എൻ പ്ലസ് 1 ഓഫ് പി. ദെൻ ഡെൽ വി ഡോട്ട് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡെൽ വി ഡോട്ട് n1 എക്സെട്ര ഡെൽ വി ഡോട്ട് എൻ പ്ലസ് 1 equal to p del n1 of p dot v etc del n plus 1 of p dot v. അപ്പം ഇവിടെ ഡെൽ എൻ ജെ ഓഫ് പി ഈക്വൽ ടു, അതായത് എൻ ജെ ഓഫ് പിയിൽ മാത്രമാണ് മൈനസ് എക്സ് ജെ ബൈ ആർ, അവിടെ മാത്രം വാല്യൂ വരുള്ളൂ. ബാക്കി എല്ലായിടത്തും വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. അപ്പോൾ ഡെൽ എൻ ജെ ഓഫ് പി ഈക്വൽ ടു പി 0 എക്സെട്ര മൈനസ് 1 ബൈ ആർ 0 എക്സെട്ര 0. അതായത് ഡെൽ വി ഡോട്ട് എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ വി ആയിരിക്കും. ഇത് നമ്മൾ വെയിൻഗാർട്ടൻ മാപ്പിൽ ഒരു സ്ഫിയറിൻ്റെ എൽ പി ഓഫ് വിയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ വരുമ്പോൾ.
എൽ പി ഓഫ് വി എന്ത് കിട്ടും? മൈനസ് ഡെൽ വി ഡോട്ട് എൻ ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് 1/r(v) ദാറ്റ് ഈസ് ഇക്വൽ ടു 1/r(v) എന്ന് കിട്ടും. അപ്പോൾ കെ ഓഫ് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ഓഫ് വി എന്ന് പറയുന്നത് എൽ പി ഓഫ് വി ഡോട്ട് വി ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 1/r(v) ഡോട്ട് വി ദാറ്റ് ഈസ് ഇക്വൽ ടു 1/r എന്ന് കിട്ടും. സോ ഒരു സ്ഫിയറിൻ്റെ നോർമൽ കർവേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/r ആയിരിക്കും. എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്ഫിയർ? ബൈ ഇൻവേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡിനാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഇഫ് എസ് ഇസ് ഓറിയൻറ്റഡ് വിത്ത് ഔട്ട്വേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ കെ ഓഫ് ഈക്വൽ ടു മൈനസ് 1/r ആയിരിക്കും. ഇവിടെ എന്തുകൊണ്ട് 1/r വന്ന് വി ഡോട്ട് വി എന്ന് പറയുന്നത് നോം വി സ്ക്വയറാണ്. അപ്പോൾ അത് 1 ആയിരിക്കും, കാരണം യൂണിറ്റ് വെക്റ്റർ ഫീൽഡ് ആയതുകൊണ്ട്. സോ കെ ഓഫ് വി ഈക്വൽ ടു 1/r എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത് ലെറ്റ് എസ് ബി ദ ഹൈപ്പർബോളോയിഡ് മൈനസ് x1² പ്ലസ് x2² പ്ലസ് x3² ഈക്വൽ ടു 1 ഇൻ r³ ഓറിയൻറ്റഡ് ബൈ ദ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് x1 ബൈ നോം പി x2 ബൈ നോം പി x3 ബൈ നോം പി ഫോർ പി ഈക്വൽ ടു x1 x2 x3 element of S. Find normal curvature of S at P equal to 0, 0, 1. 0, 0, 1. അപ്പം നമ്മളിവിടെ എസ് എടുത്തിരിക്കുന്ന ഒരു ഹൈപ്പർബോളോയിഡാണ്. മൈനസ് x1² പ്ലസ് x2² പ്ലസ് x3² ഈക്വൽ ടു 1 ഇൻ r³ എങ്ങനെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബൈ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ ഓഫ് പി ആണ്. എൻ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് x1 ബൈ നോം പി x2 ബൈ നോം പി x3 ബൈ നോം പി ആണ്. പി ഈക്വൽ ടു x1 x2 x3 എലമെൻറ്റ് ഓഫ് എസ് ആണ്. അപ്പോൾ നോർമൽ കർവേച്ചർ ഓഫ് എസ് അറ്റ് പി ഈക്വൽ ടു 0, 0, 1 നമുക്ക് കാണണം. അപ്പം ലെറ്റ് വി എലമെൻറ്റ് ഓഫ് എസ് പി എടുക്കുക വിത്ത് നോം വി ഈക്വൽ ടു 1. വി എലമെൻറ്റ് ഓഫ് എസ് പി എടുത്തു, നോം വി ഈക്വൽ ടു 1 ആണ്. ദെൻ ലെറ്റ് പി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് 0, 0, 1 ആണെന്ന്. ദെൻ നോം പി ഈക്വൽ ടു 1. നോം എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ദെർഫോർ എൻ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 0 ബൈ 1 0 ബൈ 1 1 ബൈ 1. കാരണം പി ഈക്വൽ ടു 0, 0 x1 1 ആണ്, x1 0 ആണ്, x2 0 ആണ്, x3 മാത്രമേ 1 ഉള്ളൂ. സോ നമുക്ക് എൻ ഓഫ് പി എന്ത് കിട്ടും? പി 0, 0, 1 എന്ന് കിട്ടും. എന്ത്? എൻ ഓഫ് പി എന്ന് പറയുന്നത്. ദെൻ വി എലമെൻറ്റ് ഓഫ് എസ് പി ആയതുകൊണ്ട് വി പെർപെൻഡിക്കുലർ ടു എൻ ഓഫ് പി ആയിരിക്കും. കാരണം എസ് പി എന്ന് പറഞ്ഞ സർഫസ്. അപ്പം ആ വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എൻ ഓഫ് പി വരുള്ളൂ. അപ്പോൾ വി പെർപെൻഡിക്കുലർ ടു എൻ ഓഫ് പി ആയിരിക്കും. നമുക്ക് ഈ വിനെ എങ്ങനെ കൊടുക്കാം? ലെറ്റ് വി ഈക്വൽ ടു പി v1 v2 v3 കൊടുക്കാം. ദെൻ വി പെർപെൻഡിക്കുലർ ടു എൻ ഓഫ് പി ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ പി v1 v2 v3 ഡോട്ട് പി 0, 0, 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് v3 ഈക്വൽ ടു 0 ആയിരിക്കും. ദെർഫോർ വി ഇസ് ഓഫ് ദ ഫോം പി v1 v2 0 കിട്ടും. പി വിൻ്റെ ഫോം വരുന്നത് v1 v2 പി v1 v2 0 വരും. എന്ത്? വിയുടെ ഫോം. ദെൻ ഫോർ എനി വി എലമെൻറ്റ് ഓഫ് എസ് പി വിത്ത് നോം വി ഈക്വൽ ടു 1. ദെൻ ഡെൽ വി ഡോട്ട് എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഡെൽ n1 ഓഫ് പി ഡോട്ട് വി ഡെൽ n2 ഓഫ് പി ഡോട്ട് വി ഡെൽ n3 ഓഫ് പി ഡോട്ട് വി വരും. ദെൻ നമുക്ക് ഓരോന്നും ഡെൽ n1 ഓഫ് പി ഡോട്ട് വി കാണണം, ഡെൽ n2 ഓഫ് പി ഡോട്ട് വി കാണണം, ഡെൽ n3 ഓഫ് പി ഡോട്ട് വി കാണണം. അപ്പോൾ ആദ്യം ഡെൽ n1 ഓഫ് പി നോക്കാം. അപ്പോൾ n1 ഓഫ് പി എന്തായിരിക്കും? മൈനസ് x1 ബൈ നോം പി ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് x1 ബൈ റൂട്ട് ഓഫ് x1² പ്ലസ് x2² പ്ലസ് x3² വരും. ദെൻ ഡെൽ n1 ഓഫ് പി എന്തായിരിക്കും? പി ഡോ n1 ബൈ ഡോ x1 ഡോ n1 ബൈ ഡോ x2 ഡോ n1 ബൈ ഡോ x3 ദാറ്റ് ഈസ് ഇക്വൽ ടു പി മൈനസ് 1. അതായത് x1 മാത്രമേ എണ്ണുള്ളൂ, ബാക്കി എല്ലാത്തിനും 0 ആയിരിക്കും. മൈനസ് 1, 0, 0 വരും. ഇപ്പോൾ ഡെൽ n1 ഓഫ് പി കിട്ടി. സെയിം ഇതുപോലെ തന്നെ നമ്മൾ ഡെൽ n2 ഓഫ് പി കാണണം. അപ്പോൾ n2 ഓഫ് പി എന്താ? x2 ബൈ റൂട്ട് ഓഫ് x1² പ്ലസ് x2² പ്ലസ് x3² ആയിരിക്കും. ഡെൽ n2 ഓഫ് പി ഈക്വൽ ടു പി ഡോ n2 ബൈ ഡോ x1 ഡോ n2 ബൈ ഡോ x2 ഡോ n2 ബൈ
ഡോ x3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു p, 0, 1, 0 വരും. പിന്നെ n3 ഓഫ് പിയും സിമിലർലി വരും. അതായത് x3 ബൈ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. ഡെൽ n3 ഓഫ് p ഈക്വൽ ടു p, ഡോ n3 ബൈ ഡോ x1, ഡോ n3 ബൈ ഡോ x2, ഡോ n3 ബൈ ഡോ x3. ദാറ്റ് ഈസ് ഈക്വൽ ടു p, 0, 0, 1 വരും. അപ്പം നമ്മൾ സെയിം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡെൽ n1 ഓഫ് പിയും ഡെൽ n2 ഓഫ് പിയും ഡെൽ n3 ഓഫ് പി ഒക്കെ കാണുന്നത്. ദെൻ ഡെൽ n1 ഓഫ് പി ഡോട്ട് വി കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി നമുക്കറിയാം p, v1, v2, 0 ആണ്. ഡെൽ n1 ഓഫ് പി എന്താ p, -1, 0, 0 ആണ്. ഡോട്ട് p, v1, v2, 0. ദാറ്റ് ഈസ് ഈക്വൽ ടു -v1. And del n2 of p dot v, that is equal to p, 0, 1, 0 dot p, v1, v2, 0, that is equal to v2 വരും. And del n3 of p dot v, that is equal to p, 0, 0, 1 dot p, v1, v2, 0, that is equal to 0 വരും. So നമുക്ക് del v dot n equal to p, minus v1, v2, 0 എന്ന് കിട്ടും. Then LP of V equal to minus del V dot n, that is equal to minus P, minus V1, V2, 0. That is equal to P, V1, minus V2, 0. Therefore, normal curvature of S എന്ന് പറയുന്നത് എന്തായിരിക്കും? LP of V dot V, that is equal to P, v1, minus v2, 0 dot p, v1, v2, 0, that is equal to v1 square minus v2 square. ഇതെല്ലാം നമ്മൾ നോർമലായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. നമ്മൾ നോർമൽ പ്രൊസീജിയേഴ്സ് തന്നെയുള്ളൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് മാത്രം. സോ ദ നോർമൽ കർവേച്ചർ ഓഫ് എസ് അറ്റ് പി ഈക്വൽ ടു 0, 0, 1 എന്ന് പറയുന്നത് v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ആയിരിക്കും. അപ്പം ഇവിടെ ഈ ഫിഗർ കണ്ടില്ലേ? ഈ ഫിഗറിൽ എന്താ കാണിച്ചിരിക്കുന്നത്? അതായത് അറ്റ് പി ഈക്വൽ ടു 0, 0, 1ൽ E1 എന്ന് പറയുന്നത് ഈക്വൽ ടു പി, 1, 0, 0. ആ ഒരു ഡയറക്ഷനിൽ നോർമൽ കർവേച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. E1 ഡയറക്ഷനിൽ അറ്റ് പി ഈക്വൽ ടു 0, 0, 1ൽ നോർമൽ കർവേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഈ E2 എന്ന് പറയുന്ന ഡയറക്ഷനിൽ ഈ നോർമൽ കർവേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ആൻഡ് ഇൻ പെർട്ടിക്കുലർ കെ ഓഫ് വി ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോൾ? വെൻ വി ഈക്വൽ ടു പി, 1, 0, 0. ഈ ഒരു കേസിൽ കെ ഓഫ് വി ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് കെ ഓഫ് വി ഈക്വൽ ടു -1 ആയിരിക്കും വെൻ വി ഈക്വൽ ടു പി, 0, 1, 0 ആവുമ്പോൾ. അങ്ങനെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് നോക്കാം. 2 നോട്ട് പറയുന്നുണ്ട്. ഇഫ് വി ഈക്വൽ ടു പി, 1 by root 2, 1 by root 2, 0, then k of p equal to 0 implies y equal to x, implies 45 degree in direction. അതായത് നമ്മളിപ്പോൾ വിക്ക് ഈക്വൽ ടു പി, 1 by root 2, 1 by root 2, 0 കൊടുക്കുകയാണെങ്കിൽ കെ ഓഫ് വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ നോക്കിയത്, അതായത് നോർമൽ കർവേച്ചർ ഓഫ് എസ് അറ്റ് പി ഈക്വൽ ടു 0, 0, 1 ഈക്വൽ ടു v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ആണ്. അവിടെ നമ്മൾ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ വി എന്ന് പറയുന്നത് പി, v1, v2, 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസ് തന്നെ നോക്കുമ്പോൾ കെ ഓഫ് വി എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് എന്ത്? 0 എന്ന് കിട്ടും. ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് വരും. y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആയിരിക്കും എന്ത്? ഇൻ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ആൽഫ ഓഫ് ടി ഈക്വൽ ടു ടി ബൈ റൂട്ട് 2, ടി ബൈ റൂട്ട് 2, 1 ആൻഡ് ബീറ്റ ഓഫ് ടി ഈക്വൽ ടു ടി ബൈ റൂട്ട് 2, മൈനസ് ടി ബൈ റൂട്ട് 2, 1. അത് രണ്ടും ജോയിൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ 2 പോയിൻറ്റും കംപ്ലീറ്റ്ലി ഇവിടെ ഉള്ളിലാണ്, എസിൻ്റെ ഉള്ളിലാണ്, സർഫസ് എസിൻ്റെ ഉള്ളിലാണ് ഈ 2 പോയിൻറ്റും കിടക്കുന്നത്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഇതിൻ്റെ ഉള്ളിലായിരിക്കും കിടക്കുന്നത്. ഇത് സർഫസ് എസിൻ്റെ ഉള്ളിലായിരിക്കും ലൈ ചെയ്യുന്നുണ്ടാവുക. സിൻസ് കെ ഓഫ് വി എന്ന് പറയുന്നത് 0 ആയിരിക്കും എപ്പോഴെല്ലാം? വെൻ വി ഈക്വൽ ടു 1 പ്ലസ് ഓ മൈനസ് പി, 1 by root 2, 1 by root 2, 0 ആൻഡ് വി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് p, 1 by root 2, minus 1 by root 2, 0. അപ്പം
ഈ രണ്ട് പോയിൻറ്റിലും കെ ഓഫ് വി എന്തായിരിക്കും, 0 ആയിരിക്കും. സോ അങ്ങനെ വരുന്ന ഇതിൽ എസ് എന്ന് പറയുന്നത് ഒരു പി ഈക്വൽ ടു 0,0,1 ഈ ഒരു പിയിലൂടെ പോകുന്ന ഈ ഒരു ഡയറക്ഷനിൽ എസ് എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് ഫോഴ്സ് എനി ആക്സിലറേഷൻ ഓൺ പാരാമട്രൈസ്ഡ് കേർവ്സ് ഇൻ ദീസ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിലൂടെ പോകുന്ന പാരാമട്രൈസ്ഡ് കേർവ്സിൽ എസ് എന്ത് ചെയ്യില്ല, ഒരു ആക്സിലറേഷൻ എന്ത് ചെയ്യില്ല, ഫോഴ്സ് ചെയ്യില്ല. അപ്പോൾ അതിലൊരു ചേഞ്ചും വരുത്തില്ല. ഈ ഒരു ഡയറക്ഷനിലൂടെ പോകുന്ന ഒരു പാരാമട്രൈസ്ഡ് കേർവിലും എസ് ഒരു ആക്സിലറേഷൻ എന്ത് ചെയ്യില്ല, ഫോഴ്സ് ചെയ്യില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ രണ്ട് പോയിൻ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ എന്താ പറയുന്നത് വെച്ചാൽ, ലെറ്റ് എസ് എന്ന് പറയുന്നത് എൻ സർഫസ് ഇൻ ആർ എൻ പ്ലസ് 1 ആണ്, വെർ എസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ഓറിയൻറ്റഡ് ബൈ ദ സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ ആണ്. The normal section determined by the unit vector v equal to p comma v element of sp is the subset n of v of rn plus 1 defined by n of script n of v equal to set q element of rn plus 1 such that q equal to p plus xv plus y n of p for some x comma y element of r square where n is the Gauss map n of p equal to p comma n of p. അപ്പം ആർ എൻ പ്ലസ് 1 ഒരു എൻ സർഫസാണ് എസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് എൻ സർഫസ് ഇൻ ആർ എൻ പ്ലസ് 1 ആണ്, വേർ എസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ്, ഓറിയൻറ്റഡ് ബൈ ദ സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ. ദെൻ എന്താണ് നോർമൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു യൂണിറ്റ് വെക്റ്റർ വി ഈക്വൽ ടു പി കോമ വി എലമെൻറ്റ് ഓഫ് എസ് പി ഇതിനാൽ ഡിറ്റർമൈൻ ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിനാൽ ഡിറ്റർമൈൻ ചെയ്യുന്ന നോർമൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എൻ പ്ലസ് 1 ഒരു സബ്സെറ്റ് എൻ ഓഫ് വി ആണ്. ആർ എൻ പ്ലസ് 1 ഒരു സബ്സെറ്റ് എൻ ഓഫ് വി ആണ്, ഡിഫൈൻഡ് ബൈ സ്ക്രിപ്റ്റ് എൻ ആ ഒരു കൊടുത്തിട്ടുള്ള എൻ ഓഫ് വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്യൂ എലമെൻറ്റ് ഓഫ് ആർ എൻ പ്ലസ് 1 സച്ച് ദാറ്റ് ക്യൂ ഈക്വൽ ടു p plus xv plus y n of p for some x comma y element of r square where n എന്ന് പറയുന്നത് എന്താണ്, ഗോസ് മാപ്പാണ്. n of p equal to p comma n of p. നമുക്ക് റിമാർക്ക് നോക്കാം. There exists unique plane for two linearly independent vectors. Two non-parallel vectors uniquely determines a plane n of p and v forms a plane called normal section. അതായത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിന് ഒരു യുണീക്ക് പ്ലെയിൻ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിന് യുണീക്ക് പ്ലെയിൻ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ട് നോൺ പാരലൽ വെക്ടേഴ്സ് എന്ത് ചെയ്യും, ഒരു പ്ലെയിനെ യുണീക്ക്ലി ഡിറ്റർമൈൻ ചെയ്യും. ഒരു പ്ലെയിൻ എൻ ഓഫ് പിനെ യുണീക്ക്ലി ഡിറ്റർമൈൻ ചെയ്യും. അത് രണ്ട് നോൺ പാരലൽ വെക്ടേഴ്സ്. ആൻഡ് വി എന്ത് ചെയ്യും, ഒരു പ്ലെയിൻ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ സെക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളതിൻ്റെ കൂടെയുള്ള പറയുന്നതെന്നുള്ളൂ. ദെൻ എൻ ഓഫ് വി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എൻ ഓഫ് വി എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്യൂ എലമെൻറ്റ് ഓഫ് ആർ എൻ പ്ലസ് 1 സച്ച് ദാറ്റ് ക്യൂ ഈക്വൽ ടു പി പ്ലസ് എക്സ് വി പ്ലസ് വൈ എൻ ഓഫ് പി ഫോർ സം എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് ആർ സ്ക്വയർ വർ എൻ എന്ന് പറയുന്നത് ദ ഗോസ് മാപ്പാണ്. എൻ ഓഫ് പി ഈക്വൽ ടു പി കോമ എൻ ഓഫ് പി എന്ന് പറയുന്നത്. ഈ എൻ ഓഫ് വി എന്ന് പറയുന്നത് ആർ സ്ക്വയറിൻ്റെ ഒരു കോപ്പിയാണ്. അതായത് അതിനായിട്ട് സാമ്യമുള്ള ആർ സ്ക്വയറിനായിട്ട് സാമ്യമുള്ളതാണ് എൻ ഓഫ് വി എന്ന് പറയുന്നത്. നമ്മളൊരു മാപ്പ് കൺസിഡർ 5 ഫ്രം എൻ ഓഫ് വി ടു ആർ സ്ക്വയർ. എൻ ഓഫ് വിയിൽ നിന്ന് ആർ സ്ക്വയറിലേക്കുള്ള മാപ്പ് കൺസിഡർ ചെയ്യുക. 5 ഓഫ് ക്യൂ ഈക്വൽ ടു എക്സ് ഓഫ് 1,0 പ്ലസ് വൈ ഓഫ് 0,1 എന്ന് പറയുന്നത്. വെർ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു പി പ്ലസ് എക്സ് വി പ്ലസ് വൈ എൻ ഓഫ് പി എന്ന് പറയുന്ന മാപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും, ഹോമോമോർഫസും ആയിരിക്കും. അപ്പോൾ 5 എന്ന് പറയുന്നത് എൻ ഓഫ് വിയിൽ നിന്ന് ആർ സ്ക്വയറിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു മാപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും, ഹോമോമോർഫസും ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു എൻ ഓഫ് വി എന്ന് പറയുന്നത് എ കോപ്പി ഓഫ് ആർ സ്ക്വയറിന്. അതായത് എൻ ഓഫ് വി എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ഓഫ് ദ ഡയമെൻഷണൽ സർഫസ് ഓഫ് ആർ എൻ പ്ലസ് 1.
Rn+1 ആയിരിക്കും. സ്പാൻഡ് ബൈ സെറ്റ് വി കോമ എൻ ഓഫ് പി. ഇറ്റ് ഈസ് സ്പാൻഡ് ബൈ സെറ്റ് വി കോമ എൻ ഓഫ് വി എന്ന് പറയുന്നത് എൻ ഓഫ് പി. ദെൻ അതായത് നമ്മൾ സെറ്റ് വി കോമ എൻ ഓഫ് പി അതിനാൽ സ്പാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആര് എൻ ഓഫ് വി എന്ന് പറയുന്നത്. And then if we define I from R square to Rn+1 as I of x comma y equal to p plus xv plus y n of p, നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാപ്പ് കൺസിഡർ ഫ്രം R square to Rn+1, R square നിന്ന് Rn+1ലേക്ക് കൺസിഡർ ചെയ്യുക. I എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ, I of x comma y equal to p plus xv plus y n of p എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം സെറ്റ് വി കോമ എൻ ഓഫ് പി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ആൻഡ് ഐ ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ഓഫ് വി ആയിരിക്കും. അതായത് ഐ ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പ്ലസ് എക്സ് വി പ്ലസ് വൈ എൻ ഓഫ് പി ആണല്ലോ. അപ്പോൾ ഐ ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ഓഫ് വി ആയിരിക്കും. അങ്ങനെ എൻ ഓഫ് വിൻ്റെ ഡെഫിനേഷൻ എന്താ, ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്യൂ എലമെൻറ്റ് ഓഫ് Rn+1 സച്ച് ദാറ്റ് ക്യൂ ഈക്വൽ ടു പി പ്ലസ് എക്സ് വി പ്ലസ് വൈ എൻ ഓഫ് പി ആണല്ലോ. അപ്പം ഐ ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ഓഫ് വി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഐ ഓഫ് 0,0 എന്ന് പറയുന്നത് പി ആയിരിക്കും. കാരണം എക്സും വൈയും 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐ ഓഫ് 0,0 പി എന്ന് കിട്ടും. ആൻഡ് ഐ ഓഫ് 0,1 എന്ത് കിട്ടും, പി പ്ലസ് എൻ ഓഫ് പി എന്ന് കിട്ടും. ആൻഡ് ഐ ഓഫ് 1,0 എന്ന് പറയുന്നത് പി പ്ലസ് വി എന്ന് കിട്ടും. ദെൻ നമ്മൾ ആർ സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ ഓഫ് വി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് വി ഷാൾ വ്യൂ അതായത് അതുപോലെ തന്നെ ആർ സ്ക്വയറിൻ്റെ സബ്സെറ്റ് നമുക്ക് എന്ത് എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ആർ സ്ക്വയറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, എൻ ഓഫ് വി ഐഡൻറ്റിഫൈ ചെയ്തത്. അതുപോലെ തന്നെ ആർ സ്ക്വയറിൻ്റെ സബ്സെറ്റും ഈ എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വി, അതായത് സർഫസും എൻ ഓഫ് വിൻ്റെ ഇൻ്റർസെക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ സ്ക്വയറിൻ്റെ സബ്സെറ്റ് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഷാൾ വ്യൂ ദ ഇൻ്റർസെക്ഷൻ എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വി ആസ് എ സബ്സെറ്റ് ഓഫ് ആർ സ്ക്വയർ. ആർ സ്ക്വയറിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഐ എന്ന് പറയുന്നത് ആർ സ്ക്വയറിൽ നിന്ന് Rn+1ലേക്കുള്ളതാണ് നമ്മൾ പറഞ്ഞു. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഐ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി പ്ലസ് എക്സ് വി പ്ലസ് വൈ എൻ ഓഫ് പി ആണ്. സോ ദാറ്റ് എൻ ഓഫ് വി ഈക്വൽ ടു ഐ ഓഫ് ആർ സ്ക്വയർ അത് നമ്മൾ പറഞ്ഞു. ദെൻ ഐ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വിയിലെ ഒരു എലമെൻ്റ് ആയിരിക്കും, ഐ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. അപ്പോൾ എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വിയിൽ എലമെൻ്റ് ആണെങ്കിൽ ഐ ഓഫ് എക്സ് കോമ വൈ എവിടുത്തെ എലമെൻറ്റും ആയിരിക്കും, എസ്സിലെ എലമെൻ്റ് ആയിരിക്കും. അതായത് ഇംപ്ലൈഡ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇംപ്ലൈസ് എസ് എന്ന് പറയുന്നത് സർഫസ് ആണ്, എൻ സർഫസ് ആണ്. അപ്പം നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും, എഫ് കോമ്പോസിഷൻ ഐ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനെ മാറ്റി എഴുതാം, എഫ് കോമ്പോസിഷൻ ഐ ഓൾ ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു ഇവിടെ ഐ ഇൻവേഴ്സ് ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വി വരും. അതായത് എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് ഐ ഇൻവേഴ്സ് ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വി എന്നും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എഫ് കോമ്പോസിഷൻ ഐ ഇൻവേഴ്സ് ഓഫ് സി. അപ്പോൾ അതായത് എഫ് കോമ്പോസിഷൻ ഐ ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു ഐ ഇൻവേഴ്സ് ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എൻ ഓഫ് വി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ എഫ് കോമ്പോസിഷൻ ഓൾ ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് സിമ്പിൾ കേർവ് അല്ല. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്യില്ല, സ്വയം അത് ക്രോസ് ചെയ്ത് പോവില്ല, അങ്ങനത്തെ കേർവിനെയാണ് നമ്മൾ സിമ്പിൾ കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ കേർവ് അല്ല എഫ് കോമ്പോസിഷൻ ഐ ഓൾ ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ കേർവ് ആക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ, നമ്മൾ ഡെൽ വി എന്ന് പറയുന്നത് എൻ ഓഫ് വിനായിട്ട് ഓർത്തോഗണലായിട്ട് നിൽക്കുന്ന പോയിൻറ്റ്സ്, ഡെൽ വി അല്ല ഡെൽ എഫ് എൻ ഓഫ് വിനുമായിട്ട് ഓർത്തോഗണലായി നിൽക്കുന്ന പോയിൻറ്റ്സ്, അങ്ങനെ നിൽക്കുന്ന പോയിൻറ്റ്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് കോമ്പോസിഷൻ ഐ ഓൾ ഇൻവേഴ്സ് ഓഫ് സീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ കേർവ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു.